നിങ്ങൾ ഈ ജോസഫൈൻ ബക്കീത്ത എന്ന് പറഞ്ഞൊരു വിശുദ്ധയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ജോസഫൈൻ ബക്കീത്ത നമ്മുടെ ഈ കാലഘട്ടത്തിലെ വിശുദ്ധയാണ്. നമ്മുടെ 2000-ലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. സുഡാൻ എന്നൊരു രാജ്യം കേട്ടിട്ടുണ്ടോ? സുഡാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ 1869-ലാണ് ഈ ജോസഫൈൻ ബക്കീത്ത എന്ന് പറഞ്ഞൊരു കൊച്ചു പെൺകുട്ടി എനിക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഇച്ചിരി എക്സ്ട്രീമായ പ്രവർത്തനങ്ങൾ കാരണം അടിമ കച്ചവടങ്ങൾ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. ആ മതവിഭാഗത്തെ വിശ്വസിക്കാത്ത സകലരെയും അടിമകളായിട്ട് വിറ്റ് കളയുക, ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ കൊന്നുകളയുക എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ജോസഫൈൻ ബക്കീത്ത ജനിക്കുന്ന ഒരു കാലത്ത്. 9 വയസ്സുള്ളപ്പോൾ ജോസഫൈൻ ബക്കീത്തയെക്കുറിച്ചൊക്കെ പിന്നീട് ബെനഡിക്റ്റ് പാപ്പയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബെനഡിക്റ്റ് പാപ്പയൊക്കെ ആളുകളെക്കുറിച്ച് വളരെ ചുരുക്കം എഴുതാറുള്ളൂ. പക്ഷേ സഭാപിതാക്കന്മാരെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോഴും ഇങ്ങനെ വളരെ കുറച്ച് വ്യക്തികളെക്കുറിച്ച് പറയുള്ളൂ. പക്ഷേ ബെനഡിക്റ്റ് പാപ്പ പോലും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ആളാണ് ഈ ജോസഫൈൻ ബക്കീത്ത. ഒരു പെങ്കൊച്ചാണ്. 9 വയസ്സുള്ളപ്പോൾ തന്നെ ആദ്യമായിട്ട് അടിമയായിട്ട് വിൽക്കപ്പെട്ടു. അടിമയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത്, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ മേടിക്കുകയാണ്. മുറ്റം അടിച്ചു വരാനോ പാത്രം കഴുകുക എന്നുള്ളതല്ല, ലിറ്ററലി സെക്ഷുവൽ സ്ലേവ്, ഒരു ലൈംഗിക അടിമയായിട്ട് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു മെയിൻ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഉദ്ദേശം പാത്രം കഴുകുക, അരി കഴുകുക, ചൂല് മിറ്റമടിച്ച് വാരുക. നോ, സിറ്റുവേഷൻ വേറെയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വേദനയാണ്. സെക്സ് സ്ലേവ്. 9 വയസ്സ് ഒന്നും അവർക്കൊരു ഇഷ്യൂ അല്ല. ജോസഫൈൻ ബക്കീത്തയുടെ ഈ എഴുത്തുകളെയൊക്കെ പിന്നീട് നമ്മൾ വായിക്കും. ഇങ്ങനെ പറയാണ്, അവൾക്കൊരു ഇച്ചിരി ആരോഗ്യം വന്നൊരു സമയത്ത് അവളുടെ ആ കുഞ്ഞു ശരീരത്തിൽ 144-ലധികം സ്കാർസ്, മുറിവുകൾ, കീറിപ്പറഞ്ഞ മുറിവുകൾ. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ട് ഷി വാസ് റേപ്ഡ്, ഷി വാസ് മിസ്യൂസ്ഡ്, ഷി വാസ് ബീറ്റൺ. ക്ഷതം ഏൽപ്പിക്കപ്പെട്ട് ചതച്ച് കളഞ്ഞു ഈ കുഞ്ഞു പെങ്കൊച്ചിന്, അത്ര ക്രൂരമായിട്ട്. ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഈ ഒരു 5-6 യജമാനത്തിമാർ ഇങ്ങനെ മാറി മാറി അവസാനം ഇറ്റലിയിലെ ഒരു മെർച്ചൻ്റ്, ഒരു കച്ചവടക്കാരൻ ഇവളെ പിന്നീട് മേടിക്കുന്നുണ്ട്. ഇപ്പം സാഹചര്യങ്ങളൊക്കെ മാറുന്നു. ഒരു ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇവളെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഈ കലിസ്തോ ലഗ്നാനി, അങ്ങനെ കണ്ടാണ് ഇയാളുടെ പേര്, ഈ യജമാനൻ്റെ പേര്, ഈ ഇറ്റാലിയൻ യജമാൻ്റെ പേര്. ഇയാളുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഈശോയെക്കുറിച്ച് കേൾക്കുകയാണ്. ജോസഫൈൻ ബക്കീത്ത ഒരു ക്രിസ്ത്യൻ അല്ല, അവൾ മതം മാറ്റപ്പെട്ട ഒരു കുഞ്ഞാണ്. അടിമപ്പെട്ട ഒരു കുഞ്ഞാണ് അവൾ. പക്ഷെ ഇവിടെ വെച്ച് മറ്റൊരാളെക്കുറിച്ച് കേൾക്കണം. ആ ആളെക്കുറിച്ച് അവൾ കേട്ട ആദ്യത്തെ വാക്കുകളൊന്നും ഇതാണ്: ലോഡ്, LORD. മലയാളത്തിൽ ദൈവമെന്നല്ല, കർത്താവ് എന്നൊരു സ്പിരിച്വൽ സെൻസ് നമ്മൾ ഉപയോഗിക്കും. മറ്റൊരു വാക്ക് നാഥൻ, യജമാനൻ, മേലാൾ. അവളുടെ മാതൃഭാഷയിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം, പാരൻ, PARON, പാരൻ, യജമാനൻ. ഇവൾ ഈശോയെക്കുറിച്ച് കേൾക്കുകയാണ്. ആ ഈശോയെക്കുറിച്ച് അവൾ കേട്ട ആദ്യത്തെ വാക്കുകളൊന്ന് ഹീസ് ലോഡ്. ഇവളൊരാളെ, ഈ ഈശോയെ വ്യത്യസ്തമായിട്ട് കാണുന്നതാണ്. മറ്റ് യജമാനന്മാരിൽ നിന്ന് ഈ യജമാനൻ വ്യത്യാസമുണ്ട്. മറ്റ് യജമാനന്മാർ എന്നെ പീഡിപ്പിച്ചു, എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ കീറി മുറിച്ചു. ഈ യജമാനൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശത്രു പറഞ്ഞേ ഹല്ലേലൂയാ. ജോസഫൈൻ ബക്കീത്തയുടെ ഉള്ളിലോട്ട് ആ ഇരുട്ടിൽ വെച്ച് ഒരു വെളിച്ചം കയറുകയാണ്. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന്. ഈ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ, ഈ മാറി മാറി വിൽക്കപ്പെട്ടപ്പോൾ, ഓരോ അടിയും എൻ്റെ ദേഹത്ത് വന്ന് വീണ് എൻ്റെ ദേഹത്തേക്കാൾ അധികം എൻ്റെ മനസ്സിനെ കീറി മുറിക്കുമ്പോഴും എന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്ര ബ്രോക്കണായിട്ട് നിൽക്കുമ്പോൾ, ഇത്ര കീറി നിൽക്കുമ്പോൾ, എന്നെ സഹായിക്കാൻ ആരുമില്ല, വിറ്റു എന്ന് കരുതുന്ന ആ പേരൻസ് ഇല്ല, സഹോദരങ്ങളില്ല, നാടില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ശരീരം കീറി നിൽക്കുന്ന ഈ സമയത്തും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ. ആ സ്നേഹം അവൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? ഈശോയെക്കുറിച്ച് അവൾ വായിച്ചപ്പോൾ കേട്ടത് ഇങ്ങനെയാണ്. വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഈശോയല്ല, അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഈശോയല്ല, കീറി മുറിക്കപ്പെട്ട ഈശോ. ഇതാണ് ജോസഫൈൻ ബക്കീത്തയെ മാറ്റിമറിച്ച ഈശോയുടെ ഫിഗർ. മലമുകളിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈശോയല്ല, അപ്പം വാഴ്ത്തി 5000 പേർക്ക് കൊടുത്ത ഈശോയല്ല, മുടന്തനെ സൗഖ്യപ്പെടുത്തിയ ഈശോയല്ല, മരിച്ചവരെ ഉയർപ്പിച്ച ഈശോയല്ല. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെപ്പോലെ ഒരു യജമാനൻ, അത് ഈശോ മാത്രം. കാരണം എനിക്ക് 144 മുറിവുകൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ മുറിവേറ്റ ഒരാൾ. ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിൽ, ഞാൻ ഒറ്റുകൊടുക്കപ്പെട്ടെങ്കിൽ, ഞാൻ വിൽക്കപ്പെട്ടെങ്കിൽ, എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട, ഒറ്റുകൊടുക്കപ്പെട്ട, എന്നെപ്പോലെ 30 വെള്ളിക്കാശിന് വിറ്റുപോയ ഒരാൾ, എന്നെപ്പോലെ ചവിട്ടും തൊഴിയുമേറ്റ ഒരാൾ, എന്നെപ്പോലെ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ, എന്നെപ്പോലെ ചോര വാർന്ന ഒരാൾ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. അതെൻ്റെ യജമാനൻ, എന്നെപ്പോലൊരു യജമാനൻ, എനിക്ക് എന്നെപ്പോലെ മുറിഞ്ഞ ഒരാൾ. ജോസഫൈൻ ബക്കീത്ത ഇങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഐ ആം ലവ്ഡ്. ആ ഇരുട്ടിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് ജോസഫൈൻ ബക്കീത്ത പറയാണ്,
ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു, ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. എന്നെ ഇപ്പോഴും ഒരാൾ കാത്തിരിക്കുന്നു, എന്നെ ഇപ്പോഴും ഒരാൾ കാണുന്നു. ഈശോ അവളിങ്ങനെ എഴുതി വെക്കാണ്, മൈ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ജീവിതം നല്ലതാണ്, കാരണം ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. ഐ ആം സ്റ്റിൽ ലൗഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ആരും അടിമകളാക്കി വെച്ചിട്ടില്ല, നമ്മളാരും വിൽപ്പനച്ചരക്കായിട്ടില്ല, നമ്മളെ ആരും 144 മുറിവുകൾ തന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഒരു സഹനത്തിൽ, ഒരു രോഗത്തിൽ, ഒരു തെറ്റിദ്ധാരണയിൽ, ഈ ഇരുട്ടിൽ കിടന്ന് നമ്മൾ പറയാണ്, ഈശോ എന്നെ കൈവിട്ടു, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ കൂടെ ആരുമില്ല. ജോസഫൈൻ ബക്കീത്തൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്, ഇവിടെ യു ആർ ലൗഡ്. നിന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് ഹീസ് വിത്ത് യു. നിനക്ക് വേണ്ടി മുറിവേറ്റൊരാൾ, നിന്നെപ്പോലെ മുറിവേറ്റൊരാൾ. പലരോടത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. 1890-കളിൽ, എൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ 1890-ൽ ജോസഫൈൻ ബക്കീത്ത മാമോദീസ സ്വീകരിക്കുകയാണ്. അവൾക്ക് ഒറ്റ തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ, എന്നെ കഴുകി ശുദ്ധിയാക്കുന്ന ഒരാളിൽ ഞാനും കഴുകപ്പെടണം, സ്നാനപ്പെടണം. അങ്ങനെ അവളെ സ്നാനപ്പെടുകയാണ്, മാമോദീസ മുങ്ങാണ്. 1896 എൻ്റെ ഓർമ്മ. ഇറ്റലിയിലെ ഒരു സന്യാസ സമൂഹമാണ്, കനോസിയൻ സന്യാസ സമൂഹം, ഒരു കോൺഗ്രിഗേഷൻ്റെ പേരാണ്. ഈ കനോസിയൻ സന്യാസ സമൂഹത്തിൽ ജോസഫൈൻ ബക്കീത്ത പേര് കൊടുക്കും. അവൾ പേര് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞ പ്രഖ്യാപനത്തിലേ ഉള്ളൂ, എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അവസാനം വരെ സ്നേഹിക്കാൻ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു. എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അവസാനം വരെ സ്നേഹിക്കാൻ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു. ഇനി ഈ കനോസിയൻ സന്യാസ സമൂഹത്തിൽ ഒരു സിസ്റ്ററായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഈ വിശുദ്ധയായ സിസ്റ്റർ മരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒത്തിരി പേര് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്നു. 2000 ജോൺ പോൾ പപ്പ ഈ കൊച്ചു സന്യാസിനിയെ, ഈ അടിമ സ്ത്രീ ആയിരുന്നവളെ, ഈ കീറി മുറിക്കപ്പെട്ടവളെ സഭയിലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച് ഉയർത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2007 ബെനഡിക്ട് പാപ്പ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചാക്രിക ലേഖനം എഴുതുമ്പോൾ, സ്പേ സാൽവി സേവ്ഡ് ബൈ ഹോപ്പ്, പ്രത്യാശയിൽ രക്ഷ എന്നുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാക്രിക ലേഖനങ്ങളൊന്ന്, 2ാമത്തെ ചാക്രിക ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പ്രത്യാശയുടെ ഉദാഹരണങ്ങളായിട്ട് എടുത്തു കാണിക്കുന്ന 1-2 പേരുണ്ട്. അതിലൊന്ന് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് കിരാതഭരണത്തിൻ്റെ കീഴിൽ വീട്ടുതടങ്കലിലായിപ്പോയ കർദിനാൾ വാൻ തുവാൻ. 2ാമത്തെ പ്രധാനപ്പെട്ട ഒരാൾ ഈ കൊച്ചു പെണ്ണാണ്, ജോസഫൈൻ ബക്കീത്ത. സഹനത്തിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രത്യാശയുടെ ഉത്തമ ഉദാഹരണങ്ങൾ ഒന്നായിട്ട് കാണിച്ചു വെച്ചേക്കാണ് ജോസഫൈൻ. പലതരം പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പെങ്കൊച്ചിന്, ഈ സന്യാസിനിക്ക്, അവൾ അടിമയായിരുന്ന ഒരു കാലത്ത് എല്ലാം കീറി മുറിക്കപ്പെട്ട സമയത്ത് പിടിച്ചു നിൽക്കാൻ ബോധം കിട്ടിയത് ഒരൊറ്റ കാര്യത്തിലാണ്, എന്നെ കാത്തിരിക്കുന്ന ഒരാൾ. കിട്ടുന്നുണ്ടോ? നമുക്കിപ്പോൾ വീട്ടിലോട്ട് ഓടിച്ചെല്ലാൻ, നമുക്ക് ആശ്രയത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഓടിച്ചെല്ലാൻ ഒറ്റ കാരണം ഉണ്ടാകണം, ആരോ ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇല്ലേ നമ്മൾ ഓടിച്ചെല്ലുമോ? ഒരു വിഷമത്തിൻ്റെ സാഹചര്യത്തിൽ ഒരാളുടെ അടുത്തേക്കോ ഒരു സ്ഥലത്തേക്കോ നിങ്ങൾ ഓടിച്ചെല്ലുന്നതിൻ്റെ കാരണം അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ചിരിക്കുന്ന സങ്കടം ഇതാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം കാത്തിരിക്കാൻ ഒരാളില്ലെന്ന്. നിങ്ങളുടെ ജീവിത പങ്കാളി ഇല്ല, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്കില്ല. നിങ്ങൾ ഏത് സഹായത്തിനും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നവർ ഇന്ന് നിങ്ങളുടെ അടുത്തില്ല. യു ടോട്ടലി അലോൺ, ടോട്ടലി ഡെസ്പറേറ്റ്, ലോസ്റ്റ്. ജോസഫൈൻ ബക്കീത്തോട് ചേർന്ന് പറയണം, സ്റ്റിൽ ഐ ആം ലൗഡ്. ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാൾ എനിക്കുണ്ട്, ഈശോ. അത് ഇന്ന് ഈ ലോകത്തിലെ ചില സഹനങ്ങൾ കഴിയുന്നത് വരെ കാത്തിരിക്കുന്ന ഒരാളല്ല, എനിക്ക് വേണ്ടി നിത്യമായി കാത്തിരിക്കുന്ന ഒരാൾ. ഞാൻ ഈ ലോകത്തിൻ്റെ സഹനങ്ങളെ, വേദനകളെ, രോഗങ്ങളെ എല്ലാം അതിജീവിച്ച് ഈ പാപത്തെയും പിശാചിനെയും എല്ലാം തോൽപ്പിച്ചോടിച്ച് അങ്ങ് ചെല്ലുന്നത് വരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ, നിത്യജീവനിൽ എനിക്കൊരു കൂടാരമൊരുക്കി, എനിക്ക് സ്വർഗമെന്ന തറവാട് തുറന്നിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഒരു പിതാവ്, അബ്ബാ, ഈശോ എനിക്ക് വേണ്ടി ഉണ്ട്. ഐ വോണ്ട് ബി ടയേർഡ്. ഞാൻ തോറ്റും കൊടുക്കില്ല, ഞാൻ തളർന്നു പോകില്ല. ഐ എം ലൗഡ്. ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കാൻ എനിക്ക് ഒരാളുണ്ട്, ഈശോ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ.